കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 75 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി വിലയിരുത്തൽ. കെട്ടിടത്തിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസും ഗോഡൌണും പൂർണ്ണമായി കത്തിനശിച്ചു. 3-ാം നിലയിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിൽ മാത്രം 50 കോടിയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മരുന്ന് ഗോഡൌണും കത്തിനശിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ തീയണക്കൽ ഫലം കണ്ടത് പുലർച്ചെ 3 മണിയോടെയാണ്. 5-ാം മണിക്കൂറിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും തുണി ഗോഡൌണിലെ തീ പുലർച്ചെ 3 മണിക്കാണ് ശമിച്ചത്. അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം കരിപ്പൂർ വിമാനത്താവളത്തിലെ ക്രാഷ് ടെഡറും ഡോപ്പമ്പിങ്ങുമാണ് തീ കെടുത്താൻ സഹായകരമായത്. പുലർച്ചെ 1 മണിയോടെ മെഡിക്കൽ ഷോപ്പിന് മുകളിൽ വീണ്ടും തീ ഉയർന്നെങ്കിലും അഗ്നിരക്ഷാസേനയ്ക്ക് നിയന്ത്രിക്കാനായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കരിപ്പൂർ വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാസേന ഉൾപ്പെടെ 15 യൂണിറ്റുകൾ ഇന്നലെ തീയണക്കാനെത്തി. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് കണ്ടെത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം തീപിടുത്തമുണ്ടായ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് NOC ഇല്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലി പറഞ്ഞു. തകര ഷീറ്റുകൾ കൊണ്ട് അടച്ചതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയത്. ഇടനാഴികളിൽ സാധനങ്ങൾ നിറച്ചിരുന്നു. അഗ്നിരക്ഷാ വിഭാഗത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും തീപിടുത്തത്തിന്റെ കാരണം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂവെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു. പരിശോധന റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ഇന്ന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം തീപിടുത്തത്തിൽ ഫയർഫോഴ്സ്, പോലീസ്, ഫോറൻസിക്, ഇലക്ട്രിക്കൽ കമ്മീഷണറേറ്റ് തുടങ്ങിയവർ പരിശോധന നടത്തിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്ന് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം കത്തിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഉടമകൾ തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണമാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്ന പരാതി അന്വേഷിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. കെട്ടിട നിർമ്മാണത്തിലെ പിഴവ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും മേയർ പറഞ്ഞു. അതേസമയം തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനെ 1-ാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും ആവശ്യപ്പെട്ടു.